പ്രഭാത വന്ദനങ്ങൾ. യേശയ്യാവ് 40:31 പ്രകാരം എഴുതിയിരിക്കുന്നു: യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. അതായത് ഇംഗ്ലീഷിൽ മൗണ്ട് അപ്പ് ടു ദ സൺ ലൈക്ക് ഈഗിൾസ്, അതായത് ഈഗിൾസ് ആണ് ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി. എങ്ങനെയാണ് ഈഗിൾസ് ഇത്ര ഉയരത്തിൽ പറക്കുന്നത്? അവർക്ക് ലഭിച്ചിരിക്കുന്ന ചിറകുകൾ ഉപയോഗിച്ച് മാത്രമല്ല, അവർ കാത്തിരുന്ന് നല്ല ശക്തമായിട്ടുള്ള കാറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ചൂട്, ഈ സൂര്യനിൽ നിന്ന് വരുന്ന ചൂട്, അതൊക്കെ വരുമ്പോൾ അതിനെ അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തുകൊണ്ടാണ് അവർ ഉയരത്തിലേക്ക് ഉയരുന്നത്. അതായത് വളരെ അനായാസേനയാണ്, ചിറകുകൾ മാത്രം ഉപയോഗിച്ചല്ലാതെ വളരെ എളുപ്പത്തിൽ അവർക്ക് ഉയരുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ വചനത്തിൽ പറയുന്നത് യഹോവയെ കാത്തിരിക്കുന്നത്. അതായത് കാത്തിരിക്കുമ്പോൾ തക്ക സമയത്ത് നമുക്കും നമ്മുടെ ചുറ്റുമുള്ള പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം ഓവർകം ചെയ്തുകൊണ്ട്, അതായത് അതിനെ മുതലെടുത്തുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങൾ ഓവർകം ചെയ്ത് നമുക്ക് മുകളിലേക്ക് ഉയരുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും തളർന്നു പോവുകയുമില്ല, നമ്മൾ ക്ഷീണിച്ചു പോവുകയുമില്ല. കർത്താവിൻ്റെ മുമ്പിൽ കാത്തിരുന്നുകൊണ്ട് തക്ക സമയത്ത് നമ്മുടെ സാഹചര്യങ്ങളെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് ജയിക്കുന്നവരായിട്ട്, ഓവർകമേഴ്സായിട്ട് കർത്താവ് നമ്മളെ എല്ലാവരെയും മാറ്റുവാൻ ഇന്ന് മതിയായവനായതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദയവായ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കർത്താവെ, ഈഗിൾസിനെ പോലെ പറന്നുയരുവാനായിട്ട്, കുതിച്ചുയരുന്നവരായിട്ട്, മുകളിലേക്ക് ഉയരുന്നവരായിട്ട് കർത്താവെ അങ്ങ് ഞങ്ങളെ മാറ്റുന്നതിനായിട്ട് നന്ദി. അതിനുവേണ്ടി തക്ക സമയം വരെയും കാത്തിരിക്കുവാനായിട്ട് അങ്ങയുടെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇരിക്കുവാൻ തക്കവണ്ണമുള്ള കൃപ അങ്ങ് ഞങ്ങൾക്കിന്ന് തരണം. അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ മാനവും മഹത്വവും യേശുവിന്, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.